വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കൂഷ്മാണ്ഡ സ്കന്ദമാതാ കാർത്യായനി കാളരാത്രി മഹാഗൗരി സിദ്ധിദാത്രിയായി മാറും നവരാത്രിയില്ലാതിപര ശക്തി. അശ്വിനി മാസത്തിൽ ശുക്ലപക്ഷത്തിൽ അമാവാസിക്ക് ശേഷം ആരംഭിക്കുന്ന 9 ദിവസത്തെ ദുർഗാപൂജയെ നമ്മൾ ശാരദീ നവരാത്രി എന്നും അല്ലെങ്കിൽ നവരാത്രി പൂജ എന്നാണ് പറയുന്നത്. ഈ ദിവസം വളരെ വിശേഷമാണ് ഹൈന്ദവർക്കിടയിൽ പണ്ട് കാലം മുതലേ. എന്താണ് ഈ ശാരദീ നവരാത്രി? അതിൻ്റെ പുറകിലൊരു കഥ. ഭൂമിയിലെ എരുമയുടെ തലയും അസുരൻ്റെ ശരീരത്തോടുകൂടി അതിശക്തനും ക്രൂരനും ദുഷ്ടനുമായ ഒരു അസുരനുണ്ടായിരുന്നു. മഹിഷാസുരൻ എന്നായിരുന്നു ആ അസുരൻ്റെ പേര്. ആ അസുരൻ ഒരിക്കൽ ബ്രഹ്മദേവനെ തപസ് ചെയ്തു. 1000 വർഷം കഠിനമായ തപസ്സായിരുന്നു. സംപ്രീതനായ ബ്രഹ്മദേവൻ ചോദിച്ചു, എന്ത് വരാണ് വേണ്ടത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് മരണം പാടില്ല. അപ്പോൾ പറഞ്ഞു, അത് പറ്റില്ല, ജനിച്ചാൽ മരിക്കും. മറ്റെന്ത് വരാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നെ ദേവന്മാരോ മൃഗങ്ങളോ മനുഷ്യന്മാരോ കൊല്ലരുത്. ബ്രഹ്മദേവൻ സമ്മതിച്ചു. വരം കിട്ടിയതോടുകൂടി മഹിഷാസുരൻ വളരെ അഹങ്കാരിയും ക്രൂരനുമായി. അങ്ങനെ പാവപ്പെട്ട ഋഷിമാരെയും മനുഷ്യന്മാരെയും മൃഗങ്ങളെയും ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നിട്ടോ ദേവലോകം കൈയടക്കാൻ ചെന്നു. ദേവേന്ദ്രനെയും ദേവന്മാരെയും ഉപദ്രവിച്ചു. ദേവലോകം കൈയടക്കി. ദേവന്മാർ ഓടി വന്ന് ത്രിമൂർത്തികളുടെ അടുത്ത് പരാതി പറഞ്ഞു. വിഷ്ണു ഭഗവാൻ ആലോചിച്ചു. എന്നിട്ട് മൂവരും കൂടി തീരുമാനിച്ചു, ആദിപരാശക്തിയായ പാർവതീദേവിയുടെ അംശമായ ദുർഗാദേവിയെ ഭൂമിയിലേക്ക് വിട് തന്നെ വഴിയുള്ളൂ. മഹിഷാസുര നിഗ്രഹത്തിനായി പുറപ്പെട്ട അതിസുന്ദരിയായ ദേവിയെ ദേവന്മാരെല്ലാവരും അനുഗ്രഹിച്ചു. എന്നിട്ട് ദേവന്മാർ ദേവിക്ക് ഓരോരോ ആയുധങ്ങൾ കൊടുത്തു. ശംഖ്, ത്രിശൂലം, അമ്പ്, വില്ല്, ദണ്ഡം, അസ്ത്രം, പരിച, ജപമാല, ഗദ, വജ്രായുധം. അങ്ങനെ ദേവി ഭൂമിയിലേക്ക് പുറപ്പെട്ടു. ഭൂമിയിലെത്തിയപ്പോൾ അതിസുന്ദരിയായ ദേവിയെ കണ്ട ആളുകളെല്ലാം മഹിഷാസുരൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, അതാ അതിസുന്ദരിയായ ഒരു യുവതി നമ്മുടെ നാട്ടിലുണ്ട്, രാജ്യത്തിലുണ്ട്. ഇത് കേട്ട് മഹിഷാസുരന് ഈ സുന്ദരിയെ കാണാനൊരാഗ്രഹം തോന്നി. അങ്ങനെ മഹിഷാസുരൻ ഈ സുന്ദരിയെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോഴാണ് വഴിമധ്യേ ദേവി ഇങ്ങോട്ട് വരുന്നത്. അതിസുന്ദരിയായ ദേവിയെ കണ്ട മഹിഷാസുരന് വളരെയേറെ ആഗ്രഹം തോന്നി ദേവിയെ വിവാഹം കഴിക്കണമെന്ന്. അപ്പോൾ ദേവി പറഞ്ഞു, എന്നെ ആരാണോ യുദ്ധത്തിൽ പരാജിതനാക്കുന്നത് അവനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. മഹിഷാസുരൻ ദേവിയോട് യുദ്ധത്തിന് വന്നു. 9 ദിവസം നീണ്ടു നിന്നു ആ യുദ്ധം. മഹിഷാസുര നിഗ്രഹ സമയത്ത് ദേവി ലക്ഷ്മിയുടെയും ദുർഗയുടെയും സരസ്വതി ദേവിയുടെയും ശക്തികൾ ഒന്നിച്ചു കൂടി ദേവി മഹിഷാസുരനെ നിഗ്രഹിക്കുന്നു. അതിനുശേഷം ദേവി മഹിഷാസുരമർദ്ദിനി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദനുദേ ഗിരിവരവിന്ധ്യ ശിരോദിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുദേ. മഹിഷാസുരമർദ്ദിനിയായ ദേവി ഭക്തജനങ്ങളുടെ മുമ്പിൽ നവരാത്രി ദിവസം 3 രൂപത്തിൽ വരുന്നു. ദുർഗയായി, ലക്ഷ്മിയായി, സരസ്വതിയായി. ദുർഗയാവുമ്പോൾ ദേവി നവദുർഗയായാണ് മാറുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയും ദേവീകൃപയാൽ നമുക്ക് മനോധൈര്യത്തോടു കൂടിയും ആത്മധൈര്യത്തോടു കൂടിയും പരിഹരിക്കാൻ സാധിക്കുന്നു. ശുഭപ്രതീക്ഷകൾ ദേവി നൽകണു. പോസിറ്റീവ് തിങ്കിങ് നൽകണു. പഠിക്കാൻ ലേശം പുറകിലായ കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യം ജനിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ സന്തോഷപൂർവ്വം അഭിമുഖീകരിക്കാനുള്ള ധൈര്യം ദേവി നൽകണു. പുതിയ പുതിയ ആശയങ്ങൾ ദേവീകൃപയാൽ നമ്മൾക്ക് മനസ്സിൽ ഉണ്ടാവണം.
പിന്നീട് ദേവി ലക്ഷ്മി ദേവിയായി മാറുന്നു. ലക്ഷ്മി ദേവി ആവുമ്പോൾ നമ്മുടെ സാമ്പത്തികമായ തടസ്സങ്ങൾ മാറ്റി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ദേവി നൽകണു. ലൗകികമായ സുഖങ്ങൾ നൽകണു. തൊഴിൽ ലഭിക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് തൊഴിൽ ലഭിക്കണു. ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ അവർക്ക് യോഗം നൽകണു. പഠനത്തിന് ഉന്നത മാർക്കുകൾ നൽകി നല്ല ജീവിതം അവർക്ക് പ്രദാനം ചെയ്യണു. അതാണ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കണമുണ്ട്, ഈ 3 ദിവസം പ്രാർത്ഥിക്കണമുണ്ടുള്ള ഗുണം. പിന്നീട് ദേവി സരസ്വതി ദേവിയായി മാറുന്നു. സരസ്വതി ദേവി ആവുമ്പോൾ ദേവി കുട്ടികൾക്ക് ജ്ഞാനം നൽകണു. നമ്മൾക്ക് ആത്മജ്ഞാനം പ്രദാനം ചെയ്യണു. മുക്തിക്കുള്ള വഴിയാണ് വീട്ടിൽ വന്ന അതിഥിയാണ് ദേവി എന്ന ഭാവത്തിൽ വേണം നമ്മൾ സദാ തയ്യാറാവാൻ. ദേവിയുടെ അടുത്ത് നമ്മുടെ ആഗ്രഹം പറയാം. ആഗ്രഹം പറഞ്ഞ ശേഷം പിന്നീട് അത് ചിന്തിക്കരുത്, നടക്കുമോ നടക്കില്ലേ എന്നൊന്നും. കാരണം ദേവിക്ക് നമ്മൾ അത് സമർപ്പിച്ചിരിക്കുകയാണ്. ആരോടും കോപിക്കരുത് ഈ ദിവസം. ആരെയും പരിഹസിക്കരുത്, ആരെയും നിന്ദിക്കരുത്. ചെറിയ കുട്ടികൾക്ക് ദേവിയുടെ കഥകൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ സൽചിന്തകൾ കൊണ്ട് നമ്മുടെ വീട് ഒരു അമ്പലം പോലെ പരിശുദ്ധമാവണം, പാവനാവണം. സദാസമയവും ദേവീ മന്ത്രങ്ങൾ ഉരുവിടണം. 10 ദിവസം കത്തിക്കുകയും ചെയ്യണം. ദസറയാണ് നോർത്ത് ഇന്ത്യയിൽ വിശേഷമായിട്ട് ആഘോഷിക്കുക. നോർത്തിലൊക്കെ ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഗുജറാത്തിൽ, നവരാത്രി ദിവസങ്ങളിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കില്ല. സവാളയും വെളുത്തുള്ളിയൊന്നും ഉപയോഗിക്കില്ല. അവർ മുടി ത്രിസന്ധിക്ക് ശേഷം അഴിച്ചിടില്ല. കന്യകമാരെ പൂജിക്കും. അതായത് നവദുർഗകളായി വേഷമണിയിച്ച് പെൺകുട്ടികളുടെ കാലുകൾ കഴുകണു. ദേവീ സങ്കല്പമായി കരുതിയിട്ട് കുട്ടികൾക്ക് നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും മധുരപലഹാരങ്ങളും ധനവും നൽകണു. പിന്നീട് ഗർഭ ഡാൻസ് കളിക്കണു. പിന്നെ ചിലവർ നാടകങ്ങൾ കളിക്കണു. അതായത് ശ്രീരാമ ഭഗവാന്റെയും രാവണൻ്റെയും രംഗങ്ങൾ അവതരിച്ച് കാണിക്കണു. ശ്രീരാമ ഭഗവാൻ സീതാദേവിയെ രക്ഷിക്കുന്നതിന് വേണ്ടി രാവണനെ നിഗ്രഹിക്കുന്നത് ആയിട്ട് കാണിക്കുകയും രാവണൻ്റെ കോലം അവർ നോർത്ത് ഇന്ത്യയിൽ ചെറിയ പെൺകുട്ടികളെ നവദുർഗയുടെ രൂപത്തിൽ അലങ്കരിക്കുന്നു. എന്നിട്ട് അവർക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും സമ്മാനമായിട്ട് നൽകണു. അവരുടെ പാദപൂജ ചെയ്യണു. അതുവഴി ദേവി പ്രസാദിക്കും എന്നാണ് വിശ്വാസം. അതുമാത്രമല്ല, ഗുജറാത്തിലൊക്കെ സുഗന്ധവ്യഞ്ജനങ്ങൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുക നവരാത്രി ദിവസം പാടില്ല എന്നാണ് പറയുന്നത്. ഗർഭ എന്ന ഡാൻസ് സ്ത്രീകൾ നടത്തണു. നല്ല വസ്ത്രങ്ങൾ അണിയണു. കന്യകമാർ നവദുർഗ പൂജ നടത്തിയാൽ നല്ല പതിയെ ലഭിക്കും എന്നാണ് വിശ്വാസം. കാർത്യായനി പൂജ പണ്ട് കാലം മുതലേ വൃന്ദാവനത്തിൽ നടത്തുക പതിവായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാനെ പതിയായി ലഭിക്കുന്നതിന് വേണ്ടി ഗോപികമാർ ചെയ്തിരുന്നതായിരുന്നു നവദുർഗാ പൂജ. ശ്രീരാമ ഭഗവാന്റെ വിജയം, അതായത് തിന്മയുടെ പേരിൽ നന്മയുടെ വിജയം, രാവണനെ നിഗ്രഹിച്ചതിൻ്റെ ഓർമ്മയായിട്ടും നോർത്ത് ഇന്ത്യയിൽ നവരാത്രി പൂജ എങ്ങനെ നടത്തണം വളരെ ലളിതമായിട്ട് എന്നതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്ന രൂപത്തിലാണ് വേണം ദേവിയെ ക്ഷണിക്കാൻ. അമാവാസിക്ക് ശേഷം പൂജാമുറി നല്ല വൃത്തിയായി വെച്ച് അവിടെ ദേവിയെ ലക്ഷ്മി ദേവിയുടെയോ ദുർഗാദേവിയുടെയോ സരസ്വതി ദേവിയുടെയോ ഒരു ഫോട്ടോ വയ്ക്കുക. എന്നിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ദേവിയെ പ്രാർത്ഥിക്കുക. സ്നാനകർമ്മങ്ങൾ ചെയ്ത ശേഷം ശുദ്ധവസ്ത്രം ധരിച്ച ശേഷം തുളസി ദേവിക്ക് നെയ്വിളക്ക് കത്തിക്കുക. തുളസി ദേവി ലക്ഷ്മി ദേവിയുടെ അവതാരമാണ്. അതിനുശേഷം പൂജാമുറിയിൽ വന്നിട്ട് ദേവിയുടെ ഫോട്ടോയിൽ ചന്ദനവും കുങ്കുമവും ചാർത്തുക. ദേവിയെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക. ദേവിക്ക് നെയ്വിളക്ക് കത്തിക്കുക. പ്രസാദമായിട്ട് ദേവിക്ക് പായസമോ ഉണ്ണിയപ്പോ നേദിക്കുക. അതിനുശേഷം ലളിതാ സഹസ്രനാമം, ദേവീ മഹാത്മ്യം, മഹിഷാസുരമർദ്ദിനി സ്തോത്രം, പിന്നെ കനകധാരാ സ്തോത്രം ഇതെല്ലാം ജപിക്കണം. ഇതെല്ലാം നിത്യവും ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യണം ഈ 9 ദിവസം. ബ്രഹ്മമുഹൂർത്തത്തിൽ ധാരാളം പോസിറ്റീവ് വൈബ്സ് അന്തരീക്ഷത്തിലുണ്ട്. അതുകൊണ്ട് ബ്രഹ്മമുഹൂർത്തത്തിലും ത്രിസന്ധിക്കും നെയ്വിളക്ക് കത്തിക്കാൻ മറക്കരുത്. ദേവിയോട് ഭൗതികവും ആധ്യാത്മികവും ഉയർച്ച നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു.